പശ്ചിമേഷ്യയിൽ US പ്രതിരോധ സേനയുടെ സാന്നിധ്യത്തിന് വൻ തിരിച്ചടിയാകുന്നതും നടക്കുന്നതുമായ റിപ്പോർട്ടുകളാണ് അമേരിക്കൻ നാവികസേനയുടെ കരുത്തുറ്റ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിൽ നിന്ന് പുറത്തുവരുന്നത്. കപ്പലിലെ ജീവനക്കാരും ഉന്നത ഉദ്യോഗസ്ഥരും തമ്മിലുണ്ടായ കടുത്ത തർക്കത്തെ തുടർന്ന് അരങ്ങേറിയ അക്രമ സംഭവങ്ങളിൽ 7 US നാവികസേന ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നീണ്ടുപോകുന്ന സേവന കാലാവധിയും കപ്പലിലെ മോശം ജീവിത സാഹചര്യങ്ങളുമാണ് നാവികരെ പ്രകോപിപ്പിച്ചത് എന്നാണ് പുറത്തുവരുന്ന പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. തുടർച്ചയായി കടലിൽ കഴിയേണ്ടി വരുന്നത് കൊണ്ടുള്ള മാനസിക സമ്മർദ്ദവും അമിത ജോലിഭാരവും സൈനികർക്കിടയിൽ വൻ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. സമാധാനപരമായി തുടങ്ങിയ ചർച്ചകൾ വളരെ പെട്ടെന്നാണ് വാഗ്വാദങ്ങളിലേക്കും പിന്നീട് കടുത്ത അക്രമത്തിലേക്കും കടന്നത്. തങ്ങളുടെ ആശങ്കകൾ കേൾക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ലെന്ന തിരിച്ചറിവ് നാവികരെ കൂടുതൽ രോഷാകുലരാക്കി. ഈ തർക്കം പിന്നീട് കയ്യാങ്കളിയായി മാറുകയും കപ്പലിലുണ്ടായിരുന്ന കത്തികളും മറ്റ് മൂർച്ചയേറിയ ആയുധങ്ങളും ഉപയോഗിച്ചുള്ള ആക്രമണത്തിലേക്ക് വഴിമാറുകയുമായിരുന്നുവെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. അതീവ സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന ഒരു US വിമാനവാഹിനി കപ്പലിനുള്ളിൽ ഇത്തരത്തിലൊരു സായുധ ഏറ്റുമുട്ടൽ നടന്നു എന്നത് ആഗോളതലത്തിൽ വൻ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. അക്രമത്തിൽ 7 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി ആളുകൾക്ക് കുത്തേറ്റും വെട്ടേറ്റും പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ ഈ ഞെട്ടിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് US നാവികസേനയോ പെന്റഗണോ ഇതുവരെ സ്വതന്ത്രമായ സ്ഥിരീകരണങ്ങളോ ഔദ്യോഗിക വിശദീകരണങ്ങളോ നൽകിയിട്ടില്ല. വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രതിരോധ മന്ത്രാലയം പൂർണ്ണമായി സ്ഥിരീകരിക്കാത്തതിനാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും നിഗൂഢത നിലനിൽക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിൽ ഇറാനുമായുള്ള പിരിമുറുക്കം ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് USS എബ്രഹാം ലിങ്കൺ ചെങ്കടലിലും അറബിക്കടലിലുമായി വിന്യസിക്കപ്പെട്ടത്. നിരന്തരമായ യുദ്ധസജ്ജീകരണങ്ങളും ഉയർന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളും കാരണം സൈനികർക്ക് കൃത്യമായ വിശ്രമം ലഭിച്ചിരുന്നില്ല. സമീപകാലത്തായി US നാവികസേന നേരിടുന്ന രൂക്ഷമായ മാനസികാരോഗ്യ പ്രതിസന്ധികളുടെയും കടുത്ത മാനസിക സമ്മർദ്ദങ്ങളുടെയും നേർചിത്രമാണ് ഈ സംഭവം വെളിവാക്കുന്നത്. സ്വന്തം നാട്ടിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും മാസങ്ങളോളം മാറി നിന്ന് നിരന്തരം യുദ്ധഭീതിയിൽ കഴിയേണ്ടി വരുന്നത് നാവികരുടെ മാനസിക നിലയെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. USS എബ്രഹാം ലിങ്കണിലെ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ലെന്നാണ് കൂടുതൽ ആശങ്കയുണർത്തുന്ന കാര്യം. നേരത്തെ മറ്റൊരു US വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡിലും ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് സമാനമായ പരാതികളും ആഭ്യന്തര പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. തുടർച്ചയായ സൈനിക വിന്യാസങ്ങൾ മൂലം നാവികസേനയിലെ അച്ചടക്കം പൂർണ്ണമായും തകരുന്നതിന്റെ ലക്ഷണമായാണ് നയതന്ത്ര നിരീക്ഷകർ ഇതിനെ കാണുന്നത്. ഒരു യുദ്ധക്കപ്പലിൽ ഇത്തരം അക്രമങ്ങൾ നടക്കുന്നത് സേനയുടെ യുദ്ധസജ്ജതയെയും പ്രവർത്തനക്ഷമതയെയും നേരിട്ട് ബാധിക്കും. പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ ഹമാസ് സംഘർഷവും ഹൂതി ആക്രമണങ്ങളും തുടരുന്നതിനിടെ അമേരിക്ക സ്വന്തം കപ്പലുകൾ മേഖലയിൽ വിന്യസിച്ചത് സുരക്ഷ ഉറപ്പാക്കാനായിരുന്നു. എന്നാൽ കപ്പലുകൾക്കുള്ളിൽ തന്നെ ഇത്തരം ചോരക്കളി നടക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ സൈനിക പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. കപ്പലിലെ സംഘർഷം നിയന്ത്രണ വിധേയമാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഏറെ സമയം വേണ്ടിവരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. സംഭവം നടക്കുമ്പോൾ കപ്പൽ കടലിൽ പെട്രോളിംഗിലായിരുന്നു എന്നതും അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കുന്നതിൽ വെല്ലുവിളിയുണ്ടാക്കി. സേവന കാലാവധി പൂർത്തിയായിട്ടും നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കാത്തതാണ് ജീവനക്കാരെ ചൊടിപ്പിച്ച പ്രധാന ഘടകം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി അയവില്ലാതെ തുടരുന്നതിനാൽ വിമാനവാഹിനി കപ്പലുകളുടെ ദൗത്യ കാലാവധി പെന്റഗൺ അടിക്കടി നീട്ടി നൽകുകയായിരുന്നു. സൈനികർക്കിടയിൽ ഉണ്ടായ ഈ വൻ വിള്ളൽ പരിഹരിക്കാൻ പെന്റഗൺ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടേക്കുമെന്നാണ് കരുതുന്നത്. സംഭവത്തിൽ ഉൾപ്പെട്ട നാവികർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടികളും മിലിറ്ററി കോടതി വിചാരണയും ഉണ്ടാകാനും സാധ്യതയുണ്ട്. വിമാനവാഹിനി കപ്പലുകളിലെ മോശം താമസ സൗകര്യങ്ങളും ഭക്ഷണത്തിന്റെ ഗുണനിലവാരമില്ലായ്മയും മുൻപും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. US സെൻട്രൽ കമാൻഡ് പ്രതിനിധിക്ക് നേരെ കപ്പലിൽ വെച്ച് ആക്രമണമുണ്ടായി എന്നത് അത്ഭുതത്തോടെയാണ് പ്രതിരോധ വിദഗ്ധർ കാണുന്നത്. സാധാരണയായി ഉയർന്ന കമാൻഡർമാരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിക്കാൻ പരിശീലനം ലഭിച്ച നാവികർ അച്ചടക്കത്തിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചാണ് പ്രതികരിച്ചത്. ഇറാൻ അതിർത്തിക്ക് സമീപം നിൽക്കുന്ന ഒരു യുദ്ധക്കപ്പലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ശത്രു രാജ്യങ്ങൾക്ക് വലിയ അവസരമാണ് നൽകുന്നത്.
US സേനയുടെ തളർച്ചയും ആഭ്യന്തര ഭിന്നതകളും മുതലെടുക്കാൻ പ്രാദേശിക ഗ്രൂപ്പുകൾ ശ്രമിച്ചേക്കാം. സംഭവത്തെ തുടർന്ന് USS എബ്രഹാം ലിങ്കണിന്റെ പ്രവർത്തനം താൽക്കാലികമായി തടസ്സപ്പെട്ടതായും സൂചനയുണ്ട്. കപ്പലിനുള്ളിലെ സുരക്ഷ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുന്നതുവരെ സാധാരണ പെട്രോളിംഗ് നയങ്ങളിൽ മാറ്റം വരുത്തിയേക്കും. അമേരിക്കൻ കോൺഗ്രസിലും ഈ വിഷയം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ US സൈനികരെ അനാവശ്യമായി ദീർഘകാലം വിന്യസിക്കുന്ന ഭരണകൂടത്തിന്റെ നയങ്ങൾക്കെതിരെ ജനപ്രതിനിധികൾ ശബ്ദമുയർത്തിയേക്കാം. ആഗോളതലത്തിൽ സൂപ്പർ പവർ എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് തങ്ങളുടെ ഏറ്റവും അത്യാധുനിക യുദ്ധക്കപ്പലിലുണ്ടായ ഈ രക്തച്ചൊരിച്ചിൽ വലിയൊരു നാണക്കേടാണ്. മിഡിൽ ഈസ്റ്റിലെ മറ്റ് സഖ്യരാജ്യങ്ങൾക്കും US സേനയുടെ കാര്യക്ഷമതയിൽ ആശങ്കകൾ ഉയർന്നേക്കാം. USS എബ്രഹാം ലിങ്കണിൽ നടന്നത് കേവലം ഒരു തർക്കമല്ല, മറിച്ച് ദീർഘകാലമായി പുകഞ്ഞുകൊണ്ടിരുന്ന അസംതൃപ്തിയുടെ സ്ഫോടനാത്മകമായ പ്രതിഫലനമാണ്. 7 ജീവനക്കാരുടെ മരണം അമേരിക്കൻ നാവികസേനയെ വലിയൊരു പുനർചിന്തനത്തിന് നിർബന്ധിതരാക്കും. ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഉടൻ പുറത്തുവരുമെന്നും സൈനിക നയങ്ങളിൽ മാറ്റമുണ്ടാകുമെന്നും ലോകം പ്രതീക്ഷിക്കുന്നു.